നഴ്സസ് സമരത്തിൽ പ്രശ്നപരിഹാരത്തിന് ഇടപെട്ട് ഹൈക്കോടതി. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനും UNAയും തമ്മിൽ മധ്യസ്ഥ ചർച്ച നടത്തണമെന്നാണ് നിർദ്ദേശം. ചൊവ്വാഴ്ച രാവിലെ ആ ചർച്ച നടക്കും. മധ്യസ്ഥ ചർച്ച പൂർത്തിയാകുന്നതുവരെ സമരം പാടില്ല എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ നേരത്തെ തന്നെ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. ഈ രീതിയിൽ നഴ്സസിന്റെ സമരം അത് ആരോഗ്യ മേഖലയെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല, രോഗികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് നേരത്തെ കോടതി വ്യക്തമാക്കിയതാണ്. ഇതിപ്പോൾ ഒരു ചർച്ച ചെയ്യൂ, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ച ഉണ്ടാക്കൂ, പ്രശ്നം പരിഹരിക്കൂ എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയാണല്ലേ? പ്രജിൻ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ആണ് ഇത്തരത്തിലൊരു ഹർജി നഴ്സുമാരുടെ സമരത്തിനെതിരെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, സമരം ഒരു തരത്തിലും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തരുതെന്നും ഒപ്പം പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും. അതിന്റെ തുടർച്ചയാണ് ഇന്നുണ്ടായത്. ഇന്ന് ഹൈക്കോടതിയിൽ ഈ ഹർജിക്കാർ പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്റർ പോലും അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടെന്നാണ്. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കോടതി അറിയിച്ചത് ചില ആശുപത്രികൾ തങ്ങളുടെ ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ തങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നടപ്പാക്കാൻ തയ്യാറാണ്, പക്ഷേ മറ്റു ചില മാനേജ്മെന്റുകളാണ് ഇത്തരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കോടതി ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് ചോദിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ ഹൈക്കോടതി മീഡിയേഷൻ സെന്ററിലാണ് ചർച്ച നടക്കുക, മധ്യസ്ഥ ചർച്ച നടക്കുക. അതിൽ ആരെയാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിൽ ഒരു പേര് അടുത്ത ഒരു മണിക്കൂറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പേര് പുറത്തു വരും. ചൊവ്വാഴ്ചയാണ് ഈ ചർച്ച നടക്കുന്നത്. അതുവരെ ചർച്ച പൂർത്തിയാകുന്നതുവരെ സമരം പാടില്ല എന്നും സമരത്തിലുള്ള ആളുകൾ തിരികെ ജോലിയിൽ പ്രവേശിക്കണം എന്ന നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ചർച്ചയുടെ റിസൾട്ട് വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി നൽകാനാണ് നിർദ്ദേശം. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.